ഹലോ, അതിഥി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വെച്ചുകൊണ്ടാട്ടോ. ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിലെടുത്തിട്ടില്ല. അപ്പോൾ രാവിലെ രണ്ടുപേരെയും കൊണ്ട് സ്കൂളിലോട്ട് പോകാൻ പോവുക. അതുവഴി എനിക്ക് അമ്പലത്തിലൊന്നും കയറണം. അത് കാരണം ഞാൻ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് പോവുക. അപ്പോൾ അങ്ങനെ രണ്ടുപേരും ബസ് വന്നു കേട്ടോ. അപ്പോൾ രാവിലത്തെ പാചകങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കേട്ടോ. പിന്നെ അതിന് ശേഷമുള്ള വീഡിയോസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ രണ്ടുപേരെയും വണ്ടി വന്ന് രണ്ടുപേരെയും കയറ്റി വിട്ടു. ഞാൻ അവിടെ നിന്ന് നേരെ മിത്രക്കരി അമ്പലത്തിൽ വന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിരുന്നു അമ്പലത്തിലൊക്കെ പോയിട്ട്, എന്നാൽ പിന്നെ ഒന്ന് പോയിട്ട് വരാമെന്ന് വെച്ചുകൊണ്ട് ഇറങ്ങിയതാണ്. അങ്ങനെ അമ്പലത്തിൽ വന്ന് തൊഴുത്. അപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പോയ സമയം ഞാൻ വന്ന സമയത്ത് അത്യാവശ്യം മഴ തോർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇത് കണ്ടില്ലേ, നെയ്വിളക്കൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം പിന്നെ കുറച്ച് നേരം അമ്പലത്തിൽ തൊഴുതിറങ്ങി അവിടെ കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ നേരെ പിന്നെ വീട്ടിൽ വന്നു കേട്ടോ. വന്ന പാടെ തന്നെ കഴിക്കും കേട്ടോ. പുട്ടും പിന്നെ പന്നിയിറച്ചി ഉണ്ടായിരുന്നു കേട്ടോ. അത് രണ്ടും കൂടെ രാവിലെ കഴിച്ച് കഴിഞ്ഞപ്പം കഴിച്ച പാത്രവും എല്ലാം കഴുകി വെച്ച്. വേറെ പാത്രം കഴുകാനൊന്നും ഇല്ലായിരുന്നു, എല്ലാം നമ്മൾ രാവിലെ തന്നെ തീർത്ത് വെച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ ആ പാത്രം എല്ലാം കഴുകി വെച്ചു. പിന്നെ ഞാൻ വന്നപ്പോൾ ഡ്രസ്സൊന്നും മാറിയില്ല, കാരണം എനിക്ക് മാമ്പഴക്കരി വരേണ്ട പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ഡ്രസ്സൊന്നും മാറിയില്ല. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. അത് കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിൽ കിക്കാറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അത് ഒരെണ്ണം എടുത്ത് കഴിച്ചു. ഇനിയിപ്പം അടുത്ത പരിപാടി പെരയ്ക്കാൻ തൂക്കണം, ക്ലീനിങ്ങാണ്. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെ തുണി അലക്കാനുണ്ട്. അപ്പം ഞാനോട് തന്ന പിന്നെ മാമ്പഴക്കലൊക്കെ പോയിട്ട് വന്നിട്ട് അലക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മുറിയെല്ലാം തൂത്തിറക്കുക. അത് ഞാൻ രാവിലെ ചെയ്യും കേട്ടോ. എനിക്കത് നിർബന്ധമുള്ള കാര്യമാണ്, രാവിലെ പെരയ്ക്കാൻ തൂത്തിറക്കുന്നത്. എന്ത് തിരക്കാണെന്ന് പറഞ്ഞാലും അത് ചെയ്തിരിക്കും. അപ്പോൾ അങ്ങനെയെല്ലാം തൂത്ത്. ഇനിയിപ്പോൾ 12 മണിക്ക് പൊടിമോളും ഉണ്ണിമോളും 12 മണിയാകുമ്പോൾ എത്തും കേട്ടോ. കാരണം പരീക്ഷ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഉച്ച വരെയുള്ളൂ. അപ്പോൾ സ്കൂൾ ബസ്സിന് അപ്പോൾ 12 മണിയൊക്കെ കഴിയുമ്പോൾ സ്കൂൾ ബസ് നമ്മുടെ പാലത്തിൽ വരും. അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് മാമ്പഴക്കരി പോയിട്ട് വരികയും വേണം. അപ്പം ഇപ്പം പെരയ്ക്കെല്ലാം തൂത്ത് ഇറക്കിയിട്ട് പോകാമെന്ന് വെച്ചുണ്ടാകട്ടോ. അപ്പോൾ വണ്ടിയല്ല പോകുന്നത്, അതുകൊണ്ട് പോകുന്ന വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ തിരിച്ചു വരും, ചെറിയൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് പോവുക. പിന്നെന്താ, സത്യത്തിൽ പിള്ളേരെല്ലാം പോയി കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കാരണം സ്കൂളുള്ള ദിവസങ്ങളിൽ രാവിലെ തന്നെ എല്ലാ പാചകങ്ങളും കാര്യങ്ങളും എല്ലാം കഴിയും. പിന്നെ പോയിട്ട് എന്തെങ്കിലും വൈകിട്ടേ വരത്തുള്ളൂ പണി എന്തെങ്കിലും. പിന്നെ തുണിയിലേക്ക് പരയ്ക്കാൻ തൂത്ത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഫോൺ കണ്ടുകൊണ്ട് കിടക്കുക, അല്ലെങ്കിൽ കിടന്നുറങ്ങുക, ഇതൊക്കെ തന്നെയാണ് പരിപാടി കേട്ടോ. അപ്പം ഞാൻ മാമ്പഴക്കലിലെല്ലാം പോയിട്ട് വന്നു. ഇനിയിപ്പോൾ പിള്ളേരെ കൊണ്ടുവരാൻ പോകും. അപ്പം നല്ല മഴയായിരുന്നു. അപ്പോൾ ചേച്ചി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ ഓർത്തുന്ന പിന്നെ വീട്ടിൽ കയറാമെന്ന് വെച്ചു. അപ്പോൾ വീട്ടിൽ കയറി അവിടെ നിന്ന് ചോറും എല്ലാം കൊണ്ടു. പൊടിമോള് കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാനും ഊണെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങളുടെ വീട്ടിലോട്ട് പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ വീട്ടിൽ വന്നു. പിന്നെ കിടന്നുറങ്ങി ഞങ്ങൾ. അതിന് ശേഷം ഇനിയിപ്പം ചായ കുടിക്കുക. വൈകുന്നേരമായി പക്കാവട ഉണ്ടായിരുന്നു, അത് രണ്ടും കൂടെ കഴിക്കുക. അതെല്ലാം കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ നല്ല മഴയായപ്പോൾ മഴയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.